കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാൻ വേദിയൊഴിയുന്നു. കഥകളി രംഗത്തു നിന്നും വിരമിക്കുന്നുവെന്ന് കലാമണ്ഡലം ഗോപിയാശാൻ പറഞ്ഞു. ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്നാണ് വിരമിക്കൽ. പഴയ പോലെ രംഗത്ത് കളിക്കാൻ സാധിക്കാത്തത് ആസ്വാദകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുവെന്നും ഗോപിയാശാൻ പറഞ്ഞു. ഭീമനായും ബാഹുകനായും നളനുമായുമെല്ലാം പകർന്നാടി വിസ്മയിപ്പിച്ച നടനേതിഹാസം കലാമണ്ഡലം ഗോപി അരങ്ങൊഴിയുന്നു. ശരീരം വഴങ്ങുന്നില്ല, കാലുകൾക്ക് വേദനയുണ്ട്, കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല, അരങ്ങിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കഥകളി ആചാര്യൻ വേദനയോടെ പറയുന്നു. തീരെ വയ്യാത്ത കാരണം ഈ ശാരീരികമായിട്ട് മാത്രമല്ല, എൻ്റെ അരയ്ക്കുന്ന കിഴിപ്പിട്ട് കാലിന് ആണ് പ്രധാന വിഷമമുള്ളത്. എന്താ വെച്ചാൽ ഒരു ബലലിയായ, പിന്നെ കാലിൻ്റെ മുട്ട് തേയ്മാനുണ്ട്. ഈ രണ്ടുമാണ് ഇപ്പോൾ പ്രധാന കാരണം. ഇനി വല്ല തരത്തിലും വേഷം കെട്ടിയിട്ട് നമുക്ക് വേണ്ടമാതിരി പ്രവർത്തിക്കാൻ സാധിക്കാതെ ചെയ്യുമ്പോൾ അത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആരാധിക്കുന്ന ഈ സഹൃദയരായിട്ടുള്ള ആസ്വാദകർക്ക് വലിയൊരു വിഷമം വരും. അപ്പോൾ അവരുടെ വിഷമം ഇല്ലാതെയാക്കി തീർക്കാൻ നല്ലത് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് തോന്നി. ജനുവരി 11 തൃശ്ശൂരിൽ മനോരഥം എന്ന തന്റെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവേളയിൽ ഇനി അരങ്ങിലേക്കില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഗുരുവായൂരിലും കോട്ടക്കലിലും മാത്രമാണ് അദ്ദേഹം വേഷമിട്ടത്. എന്നാൽ കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ അദ്ദേഹമില്ല. പഴയ പോലെ അരങ്ങ് തകർക്കാൻ കഴിയാത്തത് തന്റെ ആസ്വാദകരിൽ അതൃപ്തി ഉളവാക്കുകയാണെന്നും അതിനാൽ അരങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തൃശ്ശൂർ.